ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം, ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. വടുതല തിരുഹൃദയ ദേവാലയത്തിലാണ് ഞാൻ കാറ്റീസം പഠിച്ചതും പള്ളിയിൽ പോയിരുന്നതൊക്കെ. അവിടെയാണ് കൂടുതൽ ചേർന്ന് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തിരുഹൃദയത്തോടൊരു ഭക്തി അവിടെ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഞങ്ങളുടെ പള്ളി പൊളിച്ചു പണിതൊരു സമയം, ഏകദേശം ഞാനൊരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം പള്ളിയിൽ നിന്ന് ഇറക്കി എല്ലാ വീടുകളിലൂടെയും കൊണ്ടുപോയി. എന്നിട്ട് ഒരു വീട്ടിൽ ഒരു ദിവസം പ്രാർത്ഥിക്കും, അടുത്ത വീട്ടിൽ അടുത്ത ദിവസം, അങ്ങനെ ഓരോ വീട്ടിലും ഓരോ ദിവസം വെച്ച് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം വെച്ച് വണങ്ങിയ ഒരു നല്ല കാലം. ആ ഒരു സമയത്ത് എൻ്റെ വീട്ടിലും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം വന്ന ദിവസം ഞാനിപ്പോഴും ഓർക്കുകയാണ്. അന്ന് എൻ്റെ വീടൊരു ദേവാലയം പോലെ ഞങ്ങൾ അലങ്കരിച്ചു. വലിയ മേശയൊക്കെ ഇട്ട് നിറയെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് എൻ്റെ കസിൻസും വല്യമ്മച്ചിമാരും എല്ലാവരും വന്ന് രാവിലെ തൊട്ട് ഇരുന്ന് പ്രാർത്ഥനയാണ് ഈശോയുടെ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ. വലിയ ആഘോഷമായിട്ടാണ് ഞങ്ങളത് നടത്തിക്കൊണ്ടിരുന്നത്. ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് തിരുഹൃദയ രൂപം പോകുമ്പോൾ ശരിക്കും ഭയങ്കര വിഷമമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ആ രൂപം ഒന്ന് പോകുമ്പോഴൊക്കെ. അന്ന് ഈശോയുടെ തിരുഹൃദയത്തോട് തോന്നിയൊരു സ്നേഹം അതിപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കുമ്പോൾ അത് നല്ലൊരു ഓർമ്മയായിട്ട് നിലകൊള്ളുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തെ വണങ്ങുന്ന ഈശോയുടെ തിരുഹൃദയ വണക്കമാസത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. നമുക്കെല്ലാവർക്കും ഹൃദയമുണ്ട്, പക്ഷെ നമ്മുടെ ആരുടെ ഹൃദയം തിരുഹൃദയമായിട്ട് മാറുന്നില്ല. കാരണം ചേർന്നിരിക്കാത്തത് കൊണ്ടാണ്. കരിക്കട്ട കനലിനോട് ചേർന്നിരിക്കുമ്പോഴാണ് തീക്കട്ടയായിട്ട് മാറുന്നതെന്ന് നമുക്കറിയാം. അതുപോലെ ഈശോയുടെ തിരുഹൃദയത്തോട് എത്രത്തോളം നമ്മുടെ ഹൃദയം ചേർന്നിരിക്കുന്നു, അപ്പോഴാണ് നമ്മുടെ ഹൃദയവും ഈശോയുടെ തിരുഹൃദയം പോലെ ആയിട്ട് മാറുക. നമുക്കെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സുഹൃത ജപമാണ്, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയം പോലെ ആക്കി തീർക്കണമേ. ഈ ഒരു പ്രാർത്ഥന ഈ ഒരു മാസം നമ്മുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഹൃദയവും ഈശോയുടെ തിരുഹൃദയം പോലെ ആയി തീരട്ടെ.